ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെടുമങ്ങാട്ടെ ആ ഒരു കൊലപാതകം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഒരു കൊലപാതകത്തിന്റെ വാർത്തകൾ പുറത്തോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടറടിച്ചു പോവുകയാണ്. മറ്റൊന്നുമല്ല, കേരളത്തിൽ ഒരു വ്യക്തിനെ 52 വെട്ടുവെട്ടി കൊന്നത് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ്. അതിനുശേഷം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ശരീരത്തിലെ മുറിപ്പാടുകൾ അത് കൃത്യം എണ്ണം പറഞ്ഞ് 51 എന്ന് പറയുന്നത് ഈ ഒരു കേസിലാണ്. TP ചന്ദ്രശേഖരന് ശേഷം ഒരു കൊലപാതക കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം കൃത്യമായിട്ട് പറയുന്നത് ഈ ഒരു കേസിലായിരിക്കും. ഒരു പക്ഷേ മറ്റ് കേസുകളിലെ കാര്യമൊന്നും നമുക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അതിനിടയ്ക്ക് ഞാൻ ഈ കുട്ടിയുടെ വീടിനടുത്തുള്ള ആശാ വർക്കറുടെ ഒരു വീഡിയോ കാണാനിടയായി. പുള്ളിക്കാരി നമ്മൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കരുത് സ്കൂളുകളിലൊക്കെ. ആ ഒരു പ്രതിജ്ഞ എടുക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. പുള്ളിക്കാരി 2026 പുള്ളിക്കാരിയുടെ ബുദ്ധി 6ാം നൂറ്റാണ്ടിലുമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടി, ആ കുട്ടി മൈനറായിട്ടുള്ള കുട്ടിയുടെ കസ്റ്റോഡിയൻ മാത്രമാണ് മാതാപിതാക്കൾ. അതിൻ്റെ അവകാശം, ആ കുട്ടിയുടെ മേലുള്ള പൂർണ്ണ അവകാശം എന്ന് പറയുന്നത് സ്റ്റേറ്റിനുള്ളതാണ്. അങ്ങനെ ഇരിക്കെ കുട്ടിയെ ആശാവർക്കർ ചെല്ലുമ്പോഴൊന്നും ഇവർ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശാവർക്കർ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഹെൽത്തിൻ്റെ ആളുകളെ ചെന്ന് വിവരം അറിയിക്കുക, അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിക്കുക. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ CWCനെ വിവരം അറിയിച്ച് അവരുമായിട്ട് വന്ന് ഈ കുട്ടിയെ ഇൻസ്പെക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ആശാവർക്കർക്കാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെ ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല. അതാണ് വാസ്തവം. എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി VD സതീഷിനോട് പറയാനുള്ളത്, നമ്മുടെ ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആശാ വർക്കർമാരെ നിയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആശാ വർക്കർമാരെ നിയോഗിക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും കോമൺ സെൻസ് ഉള്ള ആളുകളെ നിയോഗിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ ആശാ വർക്കർ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ പറയുന്ന അഷ്കറിൻ്റെ സഹോദരിയുടെയും അവൻ്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെയും ബൈറ്റുകൾ ഞാൻ ചില ചാനലുകളിൽ കണ്ടിരുന്നു. അതിനകത്ത് സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ 2 കൈയും ഒടിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സഹോദരി നിർബന്ധിച്ചിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫാമിലിയോട് ശരിക്കും പറഞ്ഞ ദേഷ്യമാണ് തോന്നുന്നത്. നോർമലി ഞാൻ ആരെയും തെറി വിളിക്കാത്തതാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ തെറി വിളിക്കാതിരിക്കാൻ പരിശ്രമിക്കും. ഒരു സ്ത്രീ അങ്ങനെ തെറി വിളിക്കുന്നതിനടുത്ത് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷേ അബദ്ധത്തിൽ വല്ല ഞാൻ ഇവിടെ തെറി വിളിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പും ചെയ്യുക. എന്തായാലും അഷ്കറിൻ്റെ സഹോദരിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കാണാം. കുട്ടിയെ ഞങ്ങളങ്ങനെ അമിതമായി ഉപദ്രവിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കുട്ടി കരയുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ, ഇവൻ കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറുതായി നുള്ളുന്നതും ചെറിയ കമ്പെടുത്തടിക്കുന്നതും ഞങ്ങൾ കണ്ടു. കൈ ഒടിഞ്ഞ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ല, കടയിലാണ് ജോലിക്ക് പോയത്. തിരിച്ചു വന്നപ്പോഴും അന്ന് അല്ല നമ്മളടുത്ത് പറയുന്നത്, പിറ്റേന്ന് കൊച്ചിൻ്റെ കയ്യിൽ നീരുണ്ടായിരുന്നു. ആ സമയത്ത് ഇതെന്താണ് കൊച്ചിൻ്റെ കയ്യിൽ നീരെന്ന് നോട്ടപ്പം പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കയ്യിൽ നീരുള്ളായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ നീരായി. അപ്പം ഞാൻ പറഞ്ഞ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഞാനിങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരാഴ്ചക്ക് ശേഷമാണ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയത്. നീര് വന്നിട്ട് കുട്ടി ആ കയ്യിൽ നീര് തൊടുമ്പോഴൊക്കെ കൊച്ചിങ്ങനെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മളെ വാവച്ചിന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴും കൊച്ചു കരയുമായിരുന്നു. ആ പരുവാകുന്നവര് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ആശുപത്രിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് ശേഷമാണ്, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയി. അപ്പോഴേ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞത്. സൈക്കിളിൽ നിന്ന് വീണെന്നുള്ള അറിവാണ് ഉള്ളത്. ഈ അഷ്കറിന്റെ സഹോദരി പറയുന്നത്, ഇവര് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി അവിടെ വീട്ടിലുണ്ട്. അന്നേരം ഒന്നും കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെയാണ് കുട്ടിയുടെ ഒരു കൈ നീര് വെക്കുന്നത്. അന്നേരം ചോദിക്കുമ്പോഴാണ് പറയുന്നത് കുട്ടി സൈക്കിളിൽ നിന്ന് വീണത്. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പുറത്തെ കൈ നീര് വെക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥയിലായി. കുട്ടീനെ എവിടെ കയ്യിൽ തൊടുമ്പോൾ കുട്ടി കടന്ന് കരയുന്നു. അങ്ങനെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒരു താല്പര്യവും ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ആ തേപിടിച്ച്
അവൾ കാണിച്ചില്ല. അതാണ് സത്യാവസ്ഥ. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഇൻസിഡന്റ് ആയിരിക്കണം മറ്റേ ആ റീലിനകത്ത് നമ്മൾ കണ്ടത്. എന്നാൽ ഇതിനകത്ത് ഇവന്റെ തള്ള, ഈ പേ പിടിച്ച പെണ്ണുമ്പിള്ള പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം ആ കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്നിവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ എങ്ങനെയാണ് സംഭവിച്ചെന്ന്. പക്ഷേ ഇവ ഇങ്ങനെ ഇത് കേട്ടോ, കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് കുട്ടീനെ തല്ല്. അതിപ്പോ സാധാരണ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും തല്ലാറുള്ളതാണ്. തല്ലി കഴിപ്പിച്ചാണ് മിക്കവാറും കുട്ടികളെ വളർത്തുന്നത്. സാധാരണ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. കൊച്ചു കുട്ടികളെ മിക്കവാറും അമ്മമാർ 2 തല്ലൊക്കെ കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുന്നത് നിർബന്ധിച്ച്. കാരണം മിക്കവാറും കുട്ടികൾ ഫുഡ് കഴിക്കത്തില്ല. പക്ഷെ കുട്ടീനെ ചവിട്ടുക എന്നൊക്കെ പറയുന്നത് ഈ തള്ള ഒരു ഉളുപ്പില്ലാതെയാണ് വന്നിരുന്ന് പറയുന്നത്. എൻ്റെ മോൻ ആ കുട്ടീനെ ചവിട്ടിയാണ് ഫുഡ് കഴിപ്പിക്കുന്നത്. അങ്ങനെ ചവിട്ടിയതിനിടയ്ക്ക് വല്ല അബദ്ധം പറ്റി കുട്ടി മരിച്ചതായിരിക്കുന്നു. ഇടി പന്നപ്പെണ്ണുമ്പിള്ള, നീയൊക്കെ 2 പെറ്റതല്ലേ? അന്നേരം ആ പേറ്റുന്നതിന്റെ വില നിനക്കറിയാമല്ലോ. അങ്ങനെയുള്ള നീയാണ് ആ കൊച്ചിനെ കൊന്ന ഈ നായിന്റെ മോനെ ന്യായീകരിക്കുന്നത്. അവരാണ് എന്നല്ല ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇവൻ കൊലപാതകയായെന്ന് കേട്ടാൽ അതിന് എനിക്കൊരു ഉത്തരവില്ല. എൻ്റെ മോനെ അങ്ങനെ അല്ലേ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ടാൽ എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ കൊല്ലുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടിച്ചടിയിലേറ്റ കുട്ടി വീഴുന്ന് തീർന്നു പോയതാണെന്നും എനിക്കറിയില്ല മക്കളെ. എൻ്റെ മോൻ കൊല്ലൂന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഈ തള്ളേനും കൂടി ഈ കേസിൽ പ്രതി ചേർക്കണം, 3ാം പ്രതിയായിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ തള്ളയെ കൃത്യമായിട്ട് അറിയായിരുന്നു ഈ കുട്ടീനെ അവൻ ചവിട്ടുന്ന കാര്യവും അതുകണക്ക് ഇത്രത്തോളം മർദ്ദിക്കുന്ന കാര്യം ഈ തള്ളയ്ക്ക് അറിയായിരുന്നു. ഇവരെ കൂട്ടുപ്രതിയാക്കണം ആ കുട്ടീനെ കൊന്നതിനകത്ത്. കാരണം സ്വന്തം മകൻ കാണിച്ച തോന്നിവാസത്തെ ഇവർ ന്യായീകരിക്കുന്നതുകൊണ്ടല്ല പറഞ്ഞത്. കൃത്യമായിട്ട് ഒരു കൊച്ചു കുട്ടീനെ അവൻ ചവിട്ടാറുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ഈ തള്ളയ്ക്കറിയാം. അങ്ങനെയുള്ള ഇവരെന്തുകൊണ്ട് ഇത് നാട്ടുകാരെ അറിയിച്ചില്ല? എൻ്റെ മകൻ ഇങ്ങനെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നില്ല, ഈ കുട്ടി ഇവിടെ സേഫ് അല്ല, അതുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ ഈ കുട്ടിയെ ഏൽപ്പിക്കുക, അതിനുള്ള നടപടി നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കാണ്ട് പറയായിരുന്നു ഈ തള്ളയ്ക്ക് മര്യാദയ്ക്ക്. പക്ഷെ ഇവരത് ചെയ്തില്ല. ഇവർ ആ കൊലപാതകത്തിന് വേണ്ടിയിട്ട് കൂട്ടുനിന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവർക്കെതിരെ കൂടി FIR എടുക്കണം. കാരണം ഇന്ദിരാഗാന്ധി മർഡർ കേസ്, അതിനകത്ത് ഒരു സിഖ് പൗരനെ അല്ലെങ്കിൽ ഒരു സിഖ് മത വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്ത പ്രതികൾക്കൊപ്പം തന്നെ തൂക്കിലിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും കൃത്യമായ രീതിയിൽ അധികാരികളെ അറിയിച്ചില്ല എന്ന പേരിലാണ് ആദ്യത്തെ 2 പ്രതികൾക്ക് വിധിച്ച അതേ ശിക്ഷ തന്നെ ആ ഒരു ചെറുപ്പക്കാരനും വിധിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്ത്രീക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ കുട്ടീനെ മിക്കവാറും ഇവൻ കൊല്ലും, ഇവൻ ഇത്തരത്തിൽ മർദ്ദിക്കുന്നുണ്ട്, ഈ മർദ്ദനത്തിനിടയ്ക്ക് ഈ കുട്ടി കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാരണം ഇവരെ വ്യക്തമായിട്ട് ആളുകളെ അറിയിച്ച് ഈ കുട്ടീനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമായിരുന്നു. ഇവരത് സ്വീകരിച്ചില്ല. അന്നേരം ഇവർ ഈ മരണത്തിനകത്ത് കൂട്ടുപ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ തള്ളക്കെതിരെ കേസെടുക്കണം. ബാക്കി ശിഷ്ടകാലം ഇവരും പോയി കിടക്കട്ടെ ജയിലിൽ. കൂട്ടുപ്രതിയായിട്ട് ഇവരും പോട്ടെ. മൂന്ന് പ്രതികളായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ 3-4 നേരം ഷാപ്പാട് കൊണ്ട് അതിനിടയ്ക്ക് 600 രൂപ കൂലിയുണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു എമൗണ്ട് ആയിക്കോളും ഇവരുടെ റേറ്റൊക്കെ. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചിറങ്ങി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും ചെയ്ത് യൂട്യൂബിലൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിക്കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം അതാണല്ലോ ഒരു ഫാഷൻ. അപ്പോൾ ശരി എന്നാൽ.